നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യയിൽ ഇന്ന് എൽ ക്ലാസിക്കോയാണ്. റിയാദിൽ വെച്ച് സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് രാത്രി ഇന്ത്യൻ സമയം 12:30 അൽ നസറിന്റെ മൈതാനമായ അൽ അവാൽ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. ഒരു മികച്ച പോരാട്ടമാണ് ഇന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സെമി ഫൈനൽ മത്സരത്തിൽ ഒസാസുനയെ പരാജയപ്പെടുത്തിയിട്ടാണ് FC ബാഴ്സലോണ മുന്നോട്ട് വന്നത്. ഏകപക്ഷീയമായ 2 ഗോളിനാണ് അവർ വിജയിച്ചതെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് എക്സ്ട്രാ ടൈമിൽ വിജയിച്ച് കയറിയിട്ടാണ് റയൽ മാഡ്രിഡ് ഫൈനലിലേക്ക് എത്തുന്നത്. എന്തായാലും ചാവി ഹെർണാണ്ടസ് പറയുന്നത് റയൽ മാഡ്രിഡ് മറ്റൊരു ബെറ്റർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് സെമി ഫൈനലിലെ വിജയത്തോടു കൂടി കോൺഫിഡൻസ് വർദ്ധിച്ചിട്ടുമുണ്ട്. സോ വളരെ അധികം ഗ്രേറ്റ് എന്തൂസിയാസത്തോടു കൂടിയാണ്, മറ്റൊരു കിരീടം ചൂടാനുള്ള ഗ്രേറ്റ് എന്തൂസിയാസത്തോടു കൂടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് ചാവി പറയുമ്പോൾ കടുത്ത പോരാട്ടം തന്നെയാണ് താനും പ്രതീക്ഷിക്കുന്നത് എന്നിപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്നു. ആഞ്ചലോട്ടി ഒരു പക്ഷേ ടീമിൽ ചെറിയ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകളുണ്ട്. ക്രൂസ് തുടക്കം മുതൽ കളിച്ചേക്കും. കഴിഞ്ഞ കളിയിൽ ക്രൂസ് കളിക്കാൻ ഇറങ്ങിയത് മുതൽ അദ്ദേഹത്തെ കൂവി വിളിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഇന്നും ആ കൂവലിന് കുറവൊന്നും ഉണ്ടാകുമെന്ന് കരുതേണ്ടതില്ല. എങ്കിൽ പോലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അവരുടെ 11-ല് കെപ്പ ഗോൾ കീപ്പറായിട്ട്, പിന്നെ കർവാഹൽ, റൂഡിഗർ, നാച്ചോ, മെൻഡി, പിന്നെ വാൽവർദെ, ഷുവാമനി, ക്രൂസ്, ബെല്ലിംഗാം എന്നിവർ, മുന്നേറ്റങ്ങൾ നയിക്കാൻ റോഡ്രിഗോയും വിനീഷ്യസ് ജൂനിയറും. ഇതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന റയലിന്റെ 11. എന്തായാലും മികച്ചൊരു പോരാട്ടത്തിനാണ് ഇന്ന് സൗദി അറേബ്യയുടെ മണ്ണ് വേദിയാവുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.